UDF ഭരിക്കുന്ന പാലക്കാട് തച്ചമ്പാറ പഞ്ചായത്തിൽ വൻ സാമ്പത്തിക തിരിമറി കണ്ടെത്തി. 13 ലക്ഷത്തോളം രൂപയുടെ തട്ടിപ്പാണ് കണ്ടെത്തിയത്. ഈ ഗ്രാമസ്വരാജ് വഴി പഞ്ചായത്ത് നടത്തിയ പണമിടപാടിലാണ് ക്രമക്കേട്. 17 അനധികൃത ഇടപാടുകളിലൂടെ 12,90,550 രൂപ 2 സ്വകാര്യ അക്കൌണ്ടുകളിലേക്ക് മാറ്റിയാണ് തട്ടിപ്പ് നടത്തിയത്. പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടർ നടത്തിയ പരിശോധനയിലാണ് ഈ തട്ടിപ്പ് കണ്ടെത്തിയത്. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ രംഗത്തെത്തി. തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിലെ ഒരു താൽക്കാലിക ജീവനക്കാരി അവരുടെ ഭർത്താവിന്റെ പേരിലും ബന്ധുവിന്റെയും പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് പല സമയങ്ങളിലായി 25-26 വർഷം മുതൽ പല സമയങ്ങളിലായി 13 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എന്ന് ഇവിടെ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട വിജിലൻസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വന്ന് അന്വേഷിച്ച് കണ്ടെത്തുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ട്. എങ്ങനെയാണ് ഒരു താൽക്കാലിക ജീവനക്കാരി എങ്ങനെയാണ് ഇത്രയും വലിയൊരു സംഖ്യയെ സംബന്ധിച്ചിട്ടുള്ള അഴിമതി നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം ഏറെ പരിശോധിക്കേണ്ട കാര്യമാണ്. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ്, പഞ്ചായത്ത് ഭരണസമിതിയുടെ അറിവോടുകൂടി തന്നെ ഇങ്ങനെയൊരു തട്ടിപ്പ് നടന്നു എന്നാണോ മനസ്സിലാക്കുന്നത്? ഇങ്ങനെയാണ് ഇപ്പോൾ ഈ സാമ്പത്തിക ക്രമക്കേട് പുറത്തു വന്നത്. പ്പോൾ അവർക്ക് ഇതേക്കുറിച്ച് യാതൊരു വിവരവുമില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇത് വളരെ ആസൂത്രിതമായ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ഈ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി വഴി വരുന്ന ഏതാണ്ട് 13 ലക്ഷം രൂപയാണ് തട്ടി എടുത്തിരിക്കുന്നത്. വിദ്യ എന്ന ടെക്നിക്കൽ അസിസ്റ്റന്റ് ഇവരുടെ ഭർത്താവിന്റെ അക്കൗണ്ടിലേക്കാണ് പണം മാറ്റിയത്. പിന്നീട് വിനയ എന്ന പ്രൊജക്ട് അസിസ്റ്റന്റിനും ഇതിൽ പങ്കുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ ഈ വിദ്യയുടെ ഭർത്താവിന്റെ അക്കൗണ്ടിലേക്കും മറ്റൊരു അക്കൗണ്ടിലേക്കുമായി ഇവരുടെ ബന്ധുവിന്റെ അക്കൗണ്ടിലേക്കും ഉൾപ്പെടെ ഈ 12,90,550 രൂപയാണ് മാറ്റിയിരിക്കുന്നത്. ഇതിൽ ആദ്യം ഈ പഞ്ചായത്തിന്റെ അക്കൗണ്ടന്റ് തന്നെയാണ് ഇതിൽ തിരിമറി നടന്നതായി കണ്ടെത്തിയത്. പിന്നീട് ഈ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിൽ വിശദമായ അന്വേഷണം നടന്നു. പഞ്ചായത്ത് സെക്രട്ടറിയും ഭരണസമിതിയും അടിയന്തര യോഗം ചേരുകയും ഇത് സംബന്ധിച്ച് വിശദമായ പോലീസിന് പരാതി നൽകുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ 3 പേരെയാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ശരി. ഏതായാലും ഇതിൽ അന്വേഷണം നടക്കുകയാണ്. ഭരണസമിതിയുടെ അറിവോടെയും പങ്കോടെയും തന്നെയാണ് ഈ സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടുള്ളത് എന്നതാണ് ഇനി അറിയേണ്ടത്.